ഇന്നലെ അന്തരിച്ച എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ വി അരവിന്ദാക്ഷന്റെ സംസ്കാരം അല്പസമയത്തിനകം ലാലൂരിൽ നടക്കും. ഇപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. CG ദിൽജിത്ത് തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ദിൽജിത്ത്, മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, മാർക്സിസ്റ്റ് ചിന്തകൻ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, പത്രപ്രവർത്തകൻ, അധ്യാപകൻ എന്നിങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച പ്രൊഫസർ വി അരവിന്ദാക്ഷന്റെ മൃതദേഹം ഇപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനം എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ പൊതുദർശനം പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ സംസ്കാരം നടക്കുന്ന ലാലൂർ ശ്മശാനത്തിലേക്ക് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9:30 കൂടിയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇടതുപക്ഷ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ച സൈദ്ധാന്തിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ ഏറെമായിരുന്നു. എറണാകുളം മഹാരാജാസ് കോളേജ്, തൃശൂർ സെന്റ് തോമസ് കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് അധ്യാപകനായി 20 വർഷത്തോളം ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹം അധ്യാപക ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിലേക്കാണ് ആദ്യം എത്തിയത്. തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്ത് മുതിർന്ന നേതാക്കളുടെ സന്ദേശവാഹകരായും മറ്റും പ്രവർത്തിച്ചു. തുടർന്ന് മാർക്സ്, ഏംഗൽസ് തുടങ്ങിയ നേതാക്കളുടെ പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുൾപ്പെടെ നേതൃത്വം നൽകി. തുടർന്ന് മറ്റ് ട്രേഡ് യൂണിയൻ സംഘടനകൾക്കും മറ്റുമെല്ലാം പഠന ക്ലാസുകൾ എടുക്കുന്ന വിദഗ്ധന്മാരിൽ പ്രമുഖരായിരുന്നു അദ്ദേഹം. ഏതായാലും ഇപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ മൃതദേഹത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഏതായാലും ഇപ്പോൾ മൃതദേഹം ലാലൂർ ശ്മശാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.